മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 748 പുരുഷ വോട്ടർമാരും 856 സ്ത്രീ വോട്ടർമാരും അടക്കം 1604 വോട്ടർമാരുള്ള ഒന്നാം വാർഡായ മൂർക്കനാട് വാർഡ് ജനറൽ വിഭാഗത്തിലാണ്. വടക്ക് കരുവന്നൂർ പുഴയും കിഴക്ക് പൈങ്കിളിപ്പാടം തോട് മുതൽ കഷായമൂല പുറകുവശത്തുള്ള പൈങ്കിളിപ്പാടം വരെയും തെക്ക് പൈങ്കിളിപ്പാടം ബൈലൈൻ വഴി കഷായമൂല പുത്തൻതോട് കാറളം റോഡ് വഴി ആലുംപറമ്പ് ശിവക്ഷേത്രം റോഡ് വഴി കാറളം പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് കാറളം പഞ്ചായത്ത് അതിർത്തിയുമാണ് അതിരുകൾ. UDF സ്ഥാനാർത്ഥിയായി ചിന്ത ധർമ്മരാജൻ, LDF സ്ഥാനാർത്ഥിയായി നസീമ കുഞ്ഞുമോൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി KB ശ്രീധരൻ, ഷിയാസ് പാളയങ്കോട്, NDA സ്ഥാനാർത്ഥിയായി സുദീപ എന്നിവരാണ് ജനവിധി തേടുന്നത്. രാഷ്ട്രപിതാവിൻ്റെ ഗ്രാമസ്വരാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ആ ഗ്രാമവികസനമാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. എന്നുവെച്ചാൽ ഈ വാർഡ് ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ കൃഷി മേഖലയിൽ നിന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഇല്ലീഗൽ റെഗുലേറ്റർ ഉണ്ട്. അത് കാലാകാലങ്ങളിൽ കൃഷി ഇറക്കുന്ന സമയത്തും അത് കൃഷി വിളവെടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഷട്ടറുകളുടെ ഇത് നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് കരമേഖലയിലുള്ളവർക്കും നെൽകൃഷിയിലുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മെഷീൻ്റെ പ്രവർത്തനം ഇന്ന് എല്ലാം യന്ത്രവൽക്കരണമാണ്. പക്ഷെ അത് ഇന്നും കൈകൊണ്ടാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അത് ഇവിടുത്തെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ മന്ത്രി വന്ന സമയത്തും ഈ മേഖല തന്നെയല്ല, കൊറത്തുശ്ശേരി മേഖല തന്നെ കൃഷിയുടെ ആണല്ലോ. അപ്പോൾ വാഴക്കൃഷിയും അങ്ങനെ മറ്റുള്ള പല കൃഷികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഈ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായി. തന്നെയല്ല മോട്ടറുകൾ ഒരുപാട് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ സാധാരണ ഒരു കാലവർഷം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ മേഖലയാണ്, ആ ഷട്ടർ. അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം ഞാൻ അതിനാണ് കൊടുക്കുന്നത്. നഗരസഭാ ഭരണത്തിന് കുഴപ്പമില്ല, പക്ഷേ നമുക്കത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അത് പ്രാവർത്തികമാക്കണം. അതാണ് നമ്മുടെ ഒരു മെമ്പറുടെ ചുമതല എന്ന് പറഞ്ഞാൽ അതാണ്. ഒരുപാട് ഫണ്ടുകൾ വരും. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രയോറിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഫണ്ട് വകയിരുത്തണം. അപ്പോഴാണല്ലോ ഒരു വികസനം വരുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ തുടർ പദ്ധതികളാണ് ഇപ്പോൾ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ മുനിസിപ്പാലിറ്റിയിൽ അബ്ദുള്ളക്കുട്ടിയായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ടാണ് പോരുന്നത്. പിന്നെ വരുന്ന മെമ്പർ അത് പ്രാവർത്തികമാക്കുകയാണ്. പക്ഷെ അത് പലതരത്തിലും മാറ്റപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ സംബന്ധിച്ച് ഒന്നാം അത് മാത്രമല്ല, മൊത്തത്തിൽ ഇരിങ്ങാലക്കുടയുടെ വികസനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റ് കൊണ്ടുവന്നിട്ടും ഒപ്പം തന്നെ MLA ഫണ്ട് കൊണ്ടുവന്നിട്ടുള്ള വികസനമാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്നാം വാർഡിൽ തന്നെ ഉണ്ട്. ഒന്നാം വാർഡിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും ഒപ്പം തന്നെ MLA ഫണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പിടിപ്പുകേട് കൊണ്ട് ഒരുപാട് പദ്ധതികൾ അവതാളത്തിലാവുകയും മെല്ലെപ്പോക്കും ഒക്കെ ആയിട്ട് ആണ് നമുക്ക് പല പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് മുനിസിപ്പാലിറ്റി ഭരണത്തിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഭരണമായിരുന്നില്ല അവിടെ, ഒരു കസേരകളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കക്ഷിക്ക് തന്നെ ഭരണം കിട്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട പ്രദേശത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ 25 വർഷം അടുപ്പിച്ച് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു ഭരണസമിതിയെ ഇനിയും ജനങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. തീർച്ചയായിട്ടും LDFൻ്റെ കയ്യിൽ തന്ന് ഞങ്ങളൊക്കെ ജയിച്ച് വന്നാൽ ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. രണ്ടാം പിണറായിയുടെ കാലത്ത് നമ്മളുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലൊരു അജണ്ട വന്നിരുന്നു. നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം ആയിട്ട് ബന്ധപ്പെടുത്തണം, ഒരു ടൂറിസ്റ്റ് മേഖല വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ എനിക്ക് പറയാനൊന്നുണ്ടായിരുന്നത് കരുവന്നൂപ്പുഴയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം കരുവന്നൂപ്പുഴയുടെ ടൂറിസം സാധ്യതകളെപ്പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വേറൊരു സ്ഥലത്തു നിന്ന് വന്നാണ് ഇവിടെ
അധികം നാളാകുന്നതിന് മുമ്പ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ടൂറിസം മേഖല മറ്റ് എറണാകുളം ജില്ലയിലൊക്കെ നല്ല വികസനം ഉള്ളൊരു മേഖല ആയതുകൊണ്ട് ആണ് ഞാനത് പറഞ്ഞത് നമ്മുടെ കരുവന്നൂർ പുഴ ടൂറിസം മേഖലയിലേക്ക് വരണമെന്നുള്ളത്. അതന്ന് തീരുമാനം എടുത്ത് വച്ചതല്ലാണ്ട് ഇന്ന് വരെ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ വാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും. ഇപ്പോഴും നമ്മൾ അതിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്നാണ് നമുക്കതിന് നീക്കുപോക്കുകൾ വേണ്ടത്. അതാണ് ഇല്ലാത്തത്. സുപ്രധാനമായും പറയാനുള്ളത് 1-ാം വാർഡിലെ വാർഡ് ഹൈടെക് ആക്കുന്നത്. എൻ്റെ ലക്ഷ്യം ഇവിടെ സാധാരണ ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. 1-ാം വാർഡിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ചികിത്സാ സഹായ ട്രസ്റ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ചികിത്സാ സഹായ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ മിഡിൽ ക്ലാസ് ജനങ്ങൾക്കുൾപ്പെടെ ഒട്ടേറെ ചികിത്സ ആവശ്യമാണ്. നമ്മൾ ഇന്നിട്ട് സർക്കാർ ആശുപത്രിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അടിയന്തര ചികിത്സ നൽകാൻ പറ്റുന്ന സംവിധാനം അതിലുണ്ടാക്കാൻ എനിക്ക് കഴിയും. 1-ാം വാർഡിൽ ഒരു തൊഴിൽ സംരംഭം, അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതിൻ്റെ സംരംഭം തുടങ്ങാൻ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രാംസ് ഉണ്ട്. അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതിന് ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് നടക്കും. ഇത്തരം പദ്ധതികളാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൽ കുട്ടികൾക്ക് ആ ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ പരിശീലനം സിദ്ധിച്ച് ജോലി നേടാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ അവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 6 പ്രോജക്റ്റാണ് ജനങ്ങളുടെ മുമ്പിൽ. അത് സത്യസന്ധമായി എല്ലാവരും പറയണ പോലെയല്ല. അത് അവരുടെ നേട്ടങ്ങൾക്കായി, ജനങ്ങളുടെ നേട്ടങ്ങൾക്കായി വേണ്ടി ഞാൻ സമർപ്പിക്കും. ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു തുടക്കത്തിലെ സ്ഥാനാർത്ഥി. പിന്നെ ഇവിടെ ഗ്രൂപ്പ് കളിയാണ്. ആദ്യകാലത്തൊക്കെ കെ കരുണാകരൻ, ആൻ്റണി ഈ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് നിരവധി ഗ്രൂപ്പാണ്. ഓരോരുത്തർ അവരുടെ ആളുകളെ പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വലിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അടിസ്ഥാന സൗകര്യമായ റോഡുകളുടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മാണം, അതുപോലെ തന്നെ നീരൊല്ലിത്തോട് പോലെയുള്ള തോടുകളുടെ ജലസേചനത്തിനും കാർഷിക ആവശ്യത്തിനുമായി ഉപയോഗിക്കുന്ന ആ തോടിൻ്റെ പുനർനിർമ്മാണം, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം നഗരസഭ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ഒറ്റയാൾ സമരങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ. റോഡുകളുടെ സണ്ണി സിൽക്ക് പോലുള്ള എൻ്റെ ഫ്രണ്ടിലുള്ള റോഡുകളിൽ പോലും ഞാൻ കാലൻ്റെ വേഷം കിട്ടിക്കൊണ്ടും പിന്നെ റോട്ടിൽ ശയന പ്രദക്ഷിണം പോലുള്ള സമരപരിപാടികൾ അടക്കം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ പിന്നെ ബൈപ്പാസ് പോലുള്ള റോഡുകളുടെ വളരെയധികം ശോചനാവസ്ഥയാണ്. ഈ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ കരുവന്നൂർ പുഴയുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസം മേഖലയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിലാക്കാൻ സാധാരണക്കാരിയായി എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ എനിക്കൊരു പ്രേരണയായിട്ടുള്ളത്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ നമുക്ക് മുനിസിപ്പൽ ഭരണം കൂടിയേ തീരൂ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം. നമ്മുടെ ഈ മൂർക്കനാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. പാർപ്പിട സൗകര്യം ഒരുക്കുക, ജല പദ്ധതികൾക്കായിട്ട് ജൽജീവൻ പദ്ധതി, അതുപോലെ തന്നെ അതിൽ സാധാരണക്കാരെ മാത്രമല്ല കേട്ടോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്ക് 5 ലക്ഷം രൂപ നമ്മൾ ധനസഹായമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, ആയുഷ്മാൻ ഭാരത്. അത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞതാണ്. എന്നാൽ കേരളത്തിൽ മാത്രം അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. നമുക്ക് ആ പദ്ധതി എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് പുതിയ തലമുറയെ നേർവഴിക്ക് നയിക്കാനും വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന മുൻ തലമുറയ്ക്ക് താങ്ങും തണലുമാവുന്നതിനായി നിരവധി കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ആവിഷ്കരിക്കാം. അതിനുവേണ്ടി ജാതിമത ഭേദമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വേർതിരിവില്ലാതെ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട്
നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന വാഗ്ദാനം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്.